ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണിരിക്കുകയാണ്. അതും സർക്കാർ യു.പി. സ്കൂളാണ്. സർക്കാർ യു.പി. സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പമുണ്ട്. രഘു, ഈ പറഞ്ഞതുപോലെ ഇന്ന് അവധി ദിവസമാണ്. എനിക്ക് തോന്നുന്നു ആ സ്കൂളിലാണ് രഘു ഉള്ളതെന്ന് തോന്നുന്നു. ഇന്ന് അവധി ദിവസമാണ്, അതുകൊണ്ട് വിദ്യാർത്ഥികൾ സ്വാഭാവികമായി ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസം. എന്താണ് ആ കെട്ടിടത്തിന്റെ, ആ സ്കൂളിന്റെ പൊതുവെയുള്ളൊരു സ്ഥിതി എന്താണ്? കാലപ്പഴക്കമാണോ പ്രശ്നം, രഘു? ആര്യ, ജില്ലയിൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് കാർത്തികപ്പള്ളിയിലെ സർക്കാർ യു.പി. സ്കൂള്. അധ്യാപകരും വിദ്യാർത്ഥികളുടെയും ഒക്കെ രക്ഷകർത്താക്കളുടെയും ഒരു ഇടപെടൽ കാരണം ധാരാളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ പ്രധാന കെട്ടിടമാണ് കാറ്റിലും മഴയിലും ഇതേപോലെ ഉരുണ്ട് വീണിരിക്കുന്നത്. അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. തൊട്ടടുത്താണ് ഓഫീസ് റൂം ഉള്ളത്, പ്രിൻസിപ്പാളിൻ്റെ ഹെഡ് മിസ്ട്രസിൻ്റെ റൂം ഉള്ളത്. ഇവർ പറയുന്നത് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി പറയുന്നത് ഇവിടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ സ്കൂൾ ഉള്ള സമയമായിരുന്നെങ്കിൽ എത്രത്തോളം വലിയ അപകടമായിരുന്നു. പറയുന്ന കെട്ടിടത്തിൽ കുട്ടികൾ ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ അത് വിശ്വസിച്ചാലും ശരി, ഓഫീസ് മുറിയിലേക്ക് പോകേണ്ട വഴിയല്ലേ അത്? അവിടെയല്ലേ ഇത് തകർന്നു വീണിരിക്കുന്നത്? അതെ ആര്യ, അതെ. അങ്ങനെ ഓഫീസ് മുറിയിലേക്ക് ഈ കുട്ടികളൊക്കെ പോകേണ്ട വഴിയാണിത്. കാരണം അവിടെയാണ് ഓഫീസ് മുറി ഉള്ളത്, ഹെഡ് മാസ്റ്ററുടെ മുറി ഉള്ളത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ ഉരുണ്ട് താഴെ വീണത്. കഴുക്കോല് ഒടിഞ്ഞ് ഓടൊക്കെ താഴേക്ക് വീണുണ്ട്. ഇത് വേണമെങ്കിൽ ഏത് നിമിഷവും താഴേക്ക് വീഴാനുള്ളൊരു സാധ്യതയും ഉണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊന്നും അപകടം പറ്റിയില്ല എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. പക്ഷേ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പഠിത്തമുള്ളൊരു സമയത്തായിരുന്നുവെങ്കിൽ എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടാകുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജില്ലയിൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്കൂളാണ്. തൊട്ടപ്പുറത്ത് വലിയ ബിൽഡിംഗ് പണിതിട്ടുണ്ട്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നിർമ്മാണം അതിൻ്റെ ഒരു പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അതിനു മുൻപാണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതിനൊരു 2 വർഷത്തോളമായി ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. ടെമ്പററി ഫിറ്റ്നസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രഘു സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ കെട്ടിടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴത്തെ മഴയിലൊക്കെ എത്ര ശക്തിയുള്ള കെട്ടിടങ്ങളാണെങ്കിലും തകർന്നു വീഴുന്ന ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ അവസ്ഥ. എങ്ങനെയായിട്ടും ആ കെട്ടിടം അവിടെ നിലനിർത്തി പോരുകയും അവരെ മറ്റൊരിടത്തേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അതിനൊരു പെട്ടെന്നൊരു നടപടി ഉണ്ടാകാതെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് മറുപടിയാണതിൽ സ്കൂൾ അധികൃതർ നൽകുന്നത്? അവിടെ പ്രതികരണം നൽകാൻ ആരെങ്കിലും ഉണ്ടോ? അവിടെ പ്രതികരിക്കാൻ നമ്മളോട് നാട്ടുകാർ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ വിദ്യാലയമാണ്. മുൻപ് ഒരു 10 വർഷം മുൻപോളം വളരെ തകർന്നു കിടന്നൊരു സ്ഥലമായിരുന്നു. കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടുകാരും ഇവിടെ ഉണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന് ഈ സ്കൂള് വലിയ രീതിയിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ 7-8 വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ചേട്ടാ, ഇത് ഇവിടെ സ്കൂൾ ക്ലാസ്സുകൾ നടന്നിരുന്നോ ഇല്ലിരുന്നു? കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കുട്ടികൾ ഇവിടെ ഉണ്ട്, അവരുടെ രക്ഷകർത്താക്കളുണ്ട്. ഇവിടെ കൊണ്ടുവിട്ട ആളാണ് ഈ നിൽക്കുന്ന കക്ഷി. അദ്ദേഹത്തിൻ്റെ കുട്ടിയെ വ്യാഴാഴ്ച ഇവിടെ കൊണ്ട് വിട്ടതാണ്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരുന്ന കെട്ടിടമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഇന്ന് രാവിലെ ഈ റൂംസിൽ കിടന്ന ടേബിൾസുകളും ബെഞ്ചുകളും എല്ലാം എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് കൂട്ടിവെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി തഹസിൽദാർ വന്ന് അത് ബോധ്യപ്പെട്ടു പോയിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥയും ബോധ്യപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ മോൾ ഇവിടെ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഞാനിവിടെ ഉണ്ടെന്ന് വിട്ടത്. ഈ ക്ലാസ്സിൽ തന്നെയാണ് കൂട്ടിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോൾ എല്ലാം വാനിഷായി. ഇതിപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകുമ്പോൾ പോലും എൻ്റെ കുട്ടി ഇവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, അതിന് വ്യാഴാഴ്ച വരെ ഈ ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ന്യൂസിലകത്തും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനകത്ത് കുട്ടികളെ ആരും ഇരുത്താറില്ല, ഇത് അപകട ഭീഷണിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറുതെ കള്ളം പറയുന്നതാണ്. അതൊക്കെ അങ്ങനൊന്നും അല്ല. എൻ്റെ കുട്ടിയെ കഴിഞ്ഞ ദിവസം വരെ ഇവിടെയാണ് ഇരുന്നത്. കുട്ടി ഇല്ലെങ്കിൽ തന്നെ ഹെഡ് മിസ്ട്രസിന്റെ റൂം ഇതിനകത്താ നോക്കണ്ടേ? ലാഭസ്ഥിതി തന്നെ ഇവിടെയാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള സ്കൂളാണിത്. ഏതാണ്ട് 80 വർഷത്തിന് മേളിൽ പഴക്കമുള്ള സ്കൂളാണിത്. ഇപ്പം 80 വർഷത്തിന് മേളിൽ പഴക്കമുള്ള സ്കൂളാണ്. ഇപ്പം ഞങ്ങളിപ്പം സ്കൂളിൽ കയറി വന്നപ്പോൾ തന്നെ, ഈ റിപ്പോർട്ട് അറിഞ്ഞുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾ കയറി നോക്കുമ്പോൾ ഫുള്ള് ഡെസ്കും കസാരകളും എല്ലാം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ രക്ഷകർത്താവിനുണ്ട്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ആ കുട്ടി രക്ഷകർത്താവിനോട് പറഞ്ഞ, അച്ഛാ ഞാൻ ഈ ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഇവിടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസിന് ബൈറ്റ് കൊടുത്തത് അതാണ്. ആ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഹെഡ് മാസ്റ്റർ സംസാരിച്ചേക്കുന്നത് ഇവിടെ ക്ലാസ്സുകൾ നടത്താറില്ലെന്നാണ്. അപ്പോൾ എന്ത് ന്യായമാണത് പറയുന്നത്?
പുതിയ ബിൽഡിംഗ് പണിയുന്നുണ്ട് അല്ലേ? പുതിയ ബിൽഡിംഗ് അവിടെ പണിയുന്നുണ്ട്. അത് ഓണത്തിന് ശേഷം ഓപ്പൺ ചെയ്യുമെന്നാണ് കുട്ടികളോട് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഈ ക്ലാസിന്റെ ഈ ബെഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെയാണ് എടുത്ത് മാറ്റി അബോർഡ് ഉണ്ടായതിനു ശേഷം ഇവിടെ ക്ലാസ്സിലൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞങ്ങളിവിടെ BJP പ്രവർത്തകർ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടുത്തെ SMC അധികൃതരും പഞ്ചായത്തിന് ഉദ്യോഗസ്ഥരും സ്കൂളിലെ അധികൃതരുമായിട്ട് ഇത് ഒതുക്കി തീർക്കാൻ ഞങ്ങളോട് പറഞ്ഞത് പ്രശ്നമാക്കണ്ട, പുറത്തോട്ട് പറയേണ്ട, നമുക്ക് ഈ മേളിൽ കിടക്കുന്ന ഓടെല്ലാം എടുത്ത് മാറ്റി നമുക്കിത് നല്ല രീതിയിൽ അങ്ങ് ചെയ്യാം എന്നാണ് ഞങ്ങളുടെ ശക്തമായ ഇടപെടൽ തുടർന്നാണ് ഇങ്ങനെ ഇത്രയും വിഷയം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 1500ഓളം കുട്ടികളുണ്ട്. 1500ഓളം കുട്ടികൾ പഠിക്കുന്നുള്ളതാണ്. UP മാത്രം. ഞങ്ങൾ വരുമ്പോൾ ഇതെല്ലാം പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഓടും ഈ കാര്യങ്ങളെല്ലാം പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ PTA മെമ്പർമാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് തൽക്കാലം ഇത് പെറുക്കി മാറ്റാൻ വിഷയമാക്കരുതെന്ന് പറഞ്ഞു. നാളെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് വെച്ചിരിക്കുകയാണ്. അത് ശക്തമായി മാർച്ച്. പഞ്ചായത്ത് ജനപ്രതിനിധികൾ അത് കയറുന്നതിന് മുമ്പ് ഇതിന് മറുപടി പറഞ്ഞു. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് മറുപടി പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിൽ ഇരുന്നാൽ മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. പ്രദേശവാസികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരെയും കാണാം. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പളോ അങ്ങനെ ആരെങ്കിലും അവിടെയുണ്ടോ? എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ? ഈ വാർഡിലെ പഞ്ചായത്ത് അംഗം എന്നോടൊപ്പം ചേരുന്നുണ്ട്. പ്രസിഡന്റ് ഈ സ്കൂളിന്റെ ഒക്കെ ഒരു ശോച്യാവസ്ഥ നേരത്തെ അറിയാവുന്ന ആളല്ലേ? പഞ്ചായത്തിന് ശോചനാവസ്ഥ ആയതുകൊണ്ട് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. പഞ്ചായത്തിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യം ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല പഞ്ചായത്തിന്. അപ്പം ഈ നമുക്ക് എല്ലാവരും ഉത്തരവാദിത്തമല്ലേ? മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളല്ലേ ഇത്? അപ്പൊ അതിന്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു ഉത്തരവാദിത്തമല്ലേ? അതെ. അപ്പം എന്താണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എന്താ വൈകുന്നത്? ഉദ്ഘാടനം ചെയ്യാൻ വയ്യുന്നത് നമ്മുടെ കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവർ നമുക്ക് കൈമാറി തന്നിട്ടില്ല, കെട്ടിടം തന്നിട്ടില്ല. പിന്നെ അതിനകത്ത് വയറിങ് നടക്കാനുണ്ട്. അതുകൊണ്ടാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ടേക്കുന്നത്. ഇവിടെ ഏകദേശം എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 1200 മേലെ കുട്ടികൾ. അങ്ങനെ ഒരു സൗകര്യം ഇവിടെ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ലെന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ 200 വർഷം പഴക്കമുള്ളതാണ് ഈ സ്കൂൾ. അപ്പോൾ ഈ 150 വർഷം പഴക്കമുള്ളതാണ് ഈ കെട്ടിടങ്ങൾ. അത് കാരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫിറ്റ്നസ് ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, നോക്കുമ്പോൾ തന്നെ ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. അതാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. പിന്നെ അപ്പോൾ നമുക്ക് പുതിയ കെട്ടിടം ഇപ്പോൾ ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്തത് കൊടുക്കും. ഇതൊരു അവധി ദിവസമായതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല. നാളെ വല്ലതായിരുന്നെങ്കിൽ നാളെ നമുക്ക് കുട്ടികളല്ലേ, അപ്പം ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരുന്ന കുട്ടികളെ കാണും. ഇവിടെ ക്ലാസ് ഇപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ടല്ലോ ഈ പുതിയ കെട്ടിടം ഉടൻ തന്നെ പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുമെന്ന്. ഇപ്പോൾ നാളെ മുതൽ ക്ലാസുകൾ എവിടെ നടക്കും? അവിടെ ആയിരിക്കുമോ? അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു വേഗത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുമെന്ന്. ഒന്നാമത് ഞായറാഴ്ചയാണ്, ഉദ്യോഗസ്ഥരൊക്കെ എത്തി അതിനൊരു തീരുമാനം എടുക്കാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഒരു അങ്ങനെ ചർച്ചയൊക്കെ നടത്തിയാലല്ലേ ക്ലാസ്സുകളൊക്കെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റി പ്രവർത്തിക്കാൻ വേണ്ടിയൊക്കെ സാധിക്കുകയുള്ളൂ. അതായത് ഈ സ്കൂളിന് ഒരു ആളുകൾ പറഞ്ഞതുപോലെ തന്നെ വളരെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതിന് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല. ടെമ്പററി ഫിറ്റ്നസ് ആയിരുന്നു കഴിഞ്ഞ വർഷം നൽകിയത്. എന്തായാലും വലിയ ഇത് എന്തായാലും ഇവർ പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് ഈ കെട്ടിടം പറഞ്ഞാൽ അതൊരു വലിയ കള്ളമായിരിക്കും. കാരണം 15/7/25 വരെ എന്തൊക്കെയാണ് ഇന്നത്തെ നാരായണനാണ് വിവരങ്ങളും ദൃശ്യങ്ങളും പ്രതികരണങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഏറെ ആശ്വാസം ഈ വിഷയത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നില്ല, കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി കുട്ടികൾ മാത്രമല്ല അധ്യാപകരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത്. ഈ രാവിലെ എത്തി. ഇപ്പോൾ നമുക്ക് ഈ കുറെ നോക്കിയെന്ന് തോന്നുന്നു. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തേണ്ട ആരെയും അവിടെ കണ്ടില്ല. അവർ രാവിലെ ഈ പൊളിഞ്ഞു വീണ ഈ ഓടൊക്കെ എടുത്തു മാറ്റാൻ വളരെ ധൃതിപ്പെട്ടു വന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും എന്ത് സംഭവിച്ചു എന്ന് വിശദീകരിക്കാൻ അവിടെ ബന്ധപ്പെട്ടവരാരും ഇല്ല എന്ന് തോന്നുന്നു.